ഹായ്, ഹലോ. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി വന്നത് കുറേ ദിവസമായിട്ട് കണ്ടൻ്റൊന്നും ഇല്ലാതെ കണ്ടൻ്റ് ക്ഷാമം പിടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇൻസ്റ്റഗ്രാമിലൊരു പോളിട്ടു. അപ്പം എനിക്ക് കുറേ റെസ്പോൺസ് വന്നു കേട്ടോ. അപ്പം ഞാൻ അതിലെല്ലാം പതിയെ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഫസ്റ്റ് സംസാരിക്കാൻ വന്ന കുറച്ച് സീരിയസ് ടോപ്പിക്കാണ്. ചൈൽഡ്ഹുഡ് ട്രോമനെ പറ്റിയാണ് സംസാരിക്കാൻ വരുന്നത്. അപ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമനെ പറ്റി എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഒന്നുമില്ല. ബാക്കിയുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്കറിയാം. അപ്പം നമ്മൾ ചെറുതാകുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ സംഭവിച്ചു എന്ന് വയ്ക്കാം. അതിപ്പോൾ ഒരു ഇന്ന കാര്യം എന്നൊന്നും വേണ്ട. മേ ബി അതൊരു ബുള്ളിയിങ് ആയിരിക്കും, ബോഡി ഷേമിങ്, സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചെന്നിരിക്കുക. അത് നമ്മൾ ജീവിതത്തിൽ വലുതായാലും അത് നമ്മളെ മൈൻഡിൽ നിന്ന് പോകത്തില്ല. അതിങ്ങനെ ഉറച്ച് നിൽക്കും, നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഒരു മാർക്കായിട്ട് കിടക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ സിമിലർ സിറ്റുവേഷൻസ് മുന്നിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും അങ്ങനെ സിറ്റുവേഷൻ റിയാക്ട് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് നമ്മളത് ട്രോമറ്റൈസ് ചെയ്യിക്കും. അപ്പോൾ അങ്ങനത്തെ പോയിന്റിൽ നമ്മളെപ്പോഴും ഒരു സഹായം തേടണം. മേ ബി ഒരു സൈക്കോളജിസ്റ്റ് ഓർ സൈക്കാട്രിസ്റ്റ് അങ്ങനെയൊന്നും പോകുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല. കൗൺസിലിംഗ് ഒക്കെ ഒരു മനുഷ്യന് വേണ്ട കാര്യമാണ്. ഞാനെന്നുള്ള വ്യക്തി മാത്രമല്ല, പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, നമ്മൾ മെൻ്റൽ ഹെൽത്തും ഒരുപോലെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അതും പാളിപ്പോയതാണ്. കാരണം നമുക്ക് ഈ ചൈൽഡ്ഹുഡിലുണ്ടായ ഓരോ കാര്യങ്ങൾ പിന്നെ നമ്മൾ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ ആരടുത്തും ഷെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഷെയറിങ്ങിനെക്കാട്ടും നമ്മളൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരാളെ കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ട മെഡിസിൻസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാത്ത തരത്തിലുള്ള വല്ല ബ്രീത്തിങ് എക്സസൈസസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്താൽ കുറേ നമുക്കത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ചെറുതാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി വെച്ചിട്ട് നമ്മൾ എന്തിനാണ് നമ്മൾ പുറത്തേക്ക് വരാതിരിക്കുന്നത്? നമ്മൾ അത് ഇന്നർ മൈൻഡുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ പുറത്ത് വന്ന് പല ആൾക്കാരായിട്ട് ഇനിയും മിങ്കിൾ ചെയ്യാനുള്ളതാണ്, പലരെയും കാണാനുള്ളതാണ്. നമ്മൾ എന്തിനാണ് നമ്മളെ തന്നെ ഇങ്ങനെ ഒരു ട്രാപ്പിലാക്കിയിടുന്നത്? പലരും നമ്മളെ പലതും പറഞ്ഞു എന്ന് വെച്ചിട്ട് അപ്പോൾ അവരവിടെ ജയിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ ട്രോമറ്റൈസ് ചെയ്ത ആൾക്കാർ ഉള്ളിൽ ചിരിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മളെന്തിനാണ് നമ്മളെ ഒരു കുത്തിപ്പറിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നത്? നമ്മളതിന് റിവെഞ്ചൊന്നും ചെയ്യണ്ട, ഒന്നും പറയുകയും വേണ്ട. നമ്മൾ അവിടെ റിവെഞ്ച് ചെയ്യുകയല്ല വേണ്ടത്. നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് മൈൻഡിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു നല്ല രീതിയിലുള്ള ഒരു എൻവയോൺമെൻറ്റിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. അത് നമുക്കേ പറ്റുള്ളൂ, അത് വേറൊരാൾക്ക് പറ്റില്ല. അതൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഒരു സൈക്കോളജിസ്റ്റിനും ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു പരിധി വരെ. നമ്മളെ തന്നെ അതിന്ന് കൗൺസിലിംഗ് ആണെങ്കിൽ കൗൺസിലിംഗ്, മേ ബി ചിലർക്ക് കൗൺസിലിംഗ് വേണ്ടി വരില്ല, ചെറിയ ഇഷ്യൂസ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പം ഞാൻ ചെറുതായി കാണുകയല്ല ചെയ്യുന്നത്, പക്ഷെ ചെറിയ ഇഷ്യൂസ് ആണെങ്കിൽ കൂടെ അത് നമ്മൾ ആദ്യം ചിന്തിക്കുക, നമ്മളെ കൊണ്ടത് മാറുമോ, നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതുകൊണ്ട് എന്താണ് പ്രശ്നമുള്ളത്? നമ്മൾ ചുറ്റിനും നാട്ടുകാരെന്ത് പറയും? ഓക്കെ, ഞാനൊരു ഇങ്ങനെ പോകുന്ന അവരെന്ത് വേണേലും പറഞ്ഞിട്ട് നാട്ടുകാരെ നാളെ ഇതല്ല ഇതിലപ്പുറവും പറയും. അപ്പം നമ്മൾ അവരെയൊക്കെ വായ മൂടി കെട്ടാൻ നിൽക്കുവാണോ? അത് നമ്മൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? സോ നമ്മളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഇന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും മൈൻഡിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുമെന്ന് വിചാരിച്ച് നല്ല ബോൾഡായിട്ട് നിങ്ങളതിന്ന് വാക്ക് ചെയ്ത് വരിക. എപ്പോഴും എല്ലാവരും നിങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ ഫ്രം അഖില. ബൈ.